ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോൾ നഗരം അന്നൊരു ഇരുണ്ട നിഴലിലായിരുന്നു. നിരന്തരമായ കൊലപാതകങ്ങളും തിരോധാനങ്ങളും നഗരവാസികളുടെ ഉറക്കം കെടുത്തി. ഭയം ഒരു തണുത്ത മഴയായി പെയ്തിറങ്ങി. അതിന്റെ പേര് യു യങ് ചൂൾ എന്നായിരുന്നു. മാധ്യമങ്ങൾ പിന്നീട് റെയിൻകോട്ട് കില്ലർ എന്ന് വിശേഷിപ്പിച്ച ആ മനുഷ്യൻ ഒരു ചുറ്റിക കൊണ്ട് തന്റെ ഇരകളുടെ ജീവിതം അവസാനിപ്പിച്ചു. അയാൾ കൊലപ്പെടുത്തിയത് 20-ലധികം മനുഷ്യരെയാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈംഗിക തൊഴിലാളികളെ കാണാതാകുന്നത് അക്കാലത്ത് പതിവായി. കാണാതായ പലരുടെയും ശരീരം പിന്നീട് വികൃതമാക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. ഈ തിരോധാനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ ആരാണെന്ന് പോലീസിന് ഒരു സൂചന പോലും ലഭിച്ചില്ല. അതേസമയം നഗരത്തിലെ ഒരു മസാജ് പാർലറിൽ നിന്നും ജീവനക്കാരെ കാണാതാകാൻ തുടങ്ങി. ഇതൊരു യാദൃച്ഛിക സംഭവം മാത്രമായി പാർലർ ഉടമ ആദ്യം കരുതി. 1-2 പേരല്ല, തുടർച്ചയായി ജീവനക്കാരെ കാണാതായതോടെ പാർലർ ഉടമയ്ക്ക് ബിസിനസ്സിൽ വലിയ നഷ്ടം വന്നു തുടങ്ങി. മറ്റ് പാർലറുകളിൽ ഇങ്ങനെയൊരു പ്രശ്നം ഇല്ലാതിരിക്കെ എന്തുകൊണ്ടാണ് തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ മാത്രം അപ്രത്യക്ഷമാകുന്നത് എന്ന ചിന്ത അയാളെ അസ്വസ്ഥനാക്കി. ഒടുവിൽ അയാൾ പോലീസിൽ പരാതി നൽകി. അന്വേഷണം മുന്നോട്ട് പോയതോടെ പോലീസിന്റെ സംശയം ഒരു അജ്ഞാത ഫോൺ കോളിലേക്ക് നീണ്ടു. കാണാതായ ഓരോ ജീവനക്കാരെയും തേടി അപ്രത്യക്ഷമായതിന് തൊട്ടു മുമ്പ് ഒരു ഫോൺ കോൾ എത്തിയിരുന്നു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വലിയ തുക വാഗ്ദാനം ചെയ്ത് ഒരു അജ്ഞാതൻ അവരെ വിളിച്ചു. മുൻ പരിചയമില്ലാത്ത ആ മനുഷ്യനെ കാണാനായി പോകുന്ന ആരും പിന്നീട് തിരികെ വന്നിട്ടില്ല. അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. എവിടെ പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ലായിരുന്നു. പോലീസിന്റെയും പാർലർ ഉടമയുടെയും സംശയം ഉറച്ചതോടെ ഈ അജ്ഞാതനെ കുടുക്കാൻ അവർ തീരുമാനിച്ചു. കൃത്യമായ ഇടവേളകളിൽ അയാൾ വീണ്ടും അതേ പാർലറിലെ ജീവനക്കാരെ വിളിച്ചിരുന്നു. ഇത് മുതലെടുത്ത് പാർലർ ഉടമ മറ്റൊരു ജീവനക്കാരിയെ ഉപയോഗിച്ച് അയാളുമായി സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. പതിവ് പോലെ പണം വാഗ്ദാനം ചെയ്ത് പറഞ്ഞ സ്ഥലത്ത് എത്താമെന്ന് അയാൾ ഉറപ്പ് നൽകി. അങ്ങനെ 2004 ജൂലൈ 15-ന് പാർലർ ഉടമയും അയാളുടെ ചില കൂട്ടാളികളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊപ്പം അയാൾ പറഞ്ഞ സ്ഥലത്ത് കാത്തുനിന്നു. ഏറെ നേരം കാത്തിരുന്നിട്ടും അയാൾ വരാനപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ നിരാശനായി മടങ്ങി. തങ്ങളും മടങ്ങേണ്ടി വരുമെന്ന് കരുതിയ ആ നിമിഷം ആ അജ്ഞാതൻ അവിടെ എത്തി. മരം മറവിൽ ഒളിച്ചു നിന്ന സംഘം ഒട്ടും വൈകാതെ അയാളുടെ മേൽ ചാട് വീണു. അങ്ങനെ പാർലർ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റവാളി എന്ന് കരുതി പിടികൂടിയ ആ മനുഷ്യനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്നാൽ അയാൾ വെറും ഒരു തട്ടിക്കൊണ്ടുപോകൽ കുറ്റവാളി ആയിരുന്നില്ല. സിയോളിനെ വിറപ്പിച്ച 20-ലധികം പേരെ കൊലപ്പെടുത്തിയ യു യങ് ചൂൾ എന്ന കൊടും കുറ്റവാളിയായിരുന്നു അയാൾ. റെയിൻകോട്ട് കില്ലർ എന്ന പേര് അയാൾക്ക് ലഭിച്ചത് കൊലപാതകങ്ങൾക്കിടയിൽ അയാൾ മഴക്കോട്ട് ധരിച്ചിരുന്നത് കൊണ്ടാണ്. യു യങ് ചൂളിന്റെ ജനനം സിയോളിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു. ഒരു സീരിയൽ കില്ലറാകുന്നതിന് മുമ്പ് തന്നെ മോഷണ ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള കേസുകളിൽ അയാൾ പ്രതിയായിരുന്നു. 1991 നടന്ന ഒരു മോഷണ ശ്രമത്തിന് അയാൾക്ക് 10 മാസത്തെ തടവ് ശിക്ഷ ലഭിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. മോഷണം, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളുടെ വിൽപ്പന തുടങ്ങി 1988 മുതൽ 1998 വരെ അയാൾ നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു. തട്ടിപ്പുകളിലും മോഷണങ്ങളിലും ഒതുങ്ങിയ അയാളുടെ ജീവിതം 2000-ൽ വെറും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ഈ കേസിൽ കോടതി അയാൾക്ക് വെറും 3 വർഷത്തെ തടവ് ശിക്ഷയാണ് നൽകിയത്. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു നല്ല മനുഷ്യനാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. അയാളുടെ മനസ്സ് കൂടുതൽ ഇരുട്ടിലേക്ക് താഴ്ന്നിരുന്നു. ജയിലിൽ കഴിയുമ്പോൾ അയാളുടെ ഭാര്യ വിവാഹമോചനം നേടി. ഇത് അയാളുടെ സ്ത്രീകളോടുള്ള വെറുപ്പും വൈരാഗ്യവും വർദ്ധിപ്പിച്ചു. ബാല്യകാലത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും കാരണം തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പണക്കാരാണ് എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. ഈ 2 ചിന്തകളും അയാളെ ഒരു കൊലയാളിയിലേക്ക് നയിച്ചു. 2004-ൽ ഒരു സമ്പന്ന ദമ്പതികളുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്നാണ് അയാൾ തന്റെ ആദ്യത്തെ കൊലപാതകം നടത്തുന്നത്. ഭർത്താവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഭാര്യയെ കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. ഇരുവരും മരിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷം അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇത് അയാളുടെ മനസ്സിലെ ഹിംസയെ കൂടുതൽ ഉണർത്തി. അടുത്ത കൊലപാതകം 2004 ഒക്ടോബർ 9-നായിരുന്നു. വീടിന് പുറത്തുണ്ടായിരുന്ന ഒരു വൃദ്ധയെ അയാൾ ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു. വൃദ്ധയുടെ നിലവിളി കേട്ട് പുറത്തേക്ക് ഓടിയെത്തിയ മരുമകളും ഇതേ രീതിയിൽ കൊലപ്പെടുത്തി. ശേഷം വീടിനുള്ളിൽ കയറി വികലാംഗനായ ഒരു പുരുഷനെയും നിഷ്കരുണം കൊന്നു. ഇരകളുടെ തല ചിതറിത്തെറിക്കുന്നതും രക്തം ചീറ്റുന്നതും അയാളെ വല്ലാതെ ത്രസിപ്പിച്ചു. വെറും 4 മാസത്തിനുള്ളിൽ 8 പേരെയാണ് യു യങ് ചൂൾ തന്റെ ചുറ്റിക കൊണ്ട് കൊന്നൊടുക്കിയത്. സമ്പന്നരെ കൊലപ്പെടുത്തി തുടങ്ങിയ അയാൾ പതിയെ പതിയെ തന്റെ ഇരകളെ മാറ്റി. പണക്കാർ മാത്രമല്ല, സ്ത്രീകളും പാപം ചെയ്യുന്നു, അതുകൊണ്ട് അവരും ശിക്ഷിക്കപ്പെടണം എന്നൊരു ചിന്ത അയാളുടെ മനസ്സിൽ വേരുറച്ചു. ഇതോടെ സമ്പന്നരെ തേടി പിടിച്ച് കൊലപ്പെടുത്തിയതിന് പകരം ലൈംഗിക തൊഴിലാളികളെ ലക്ഷ്യമിടാൻ തുടങ്ങി. ലൈംഗിക ബന്ധത്തിന് പണം വാഗ്ദാനം ചെയ്ത് ലൈംഗിക തൊഴിലാളികളെ അയാൾ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ആദ്യമായി വീട്ടിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. പതിവ് രീതിയിൽ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് തലയോട്ടി പൂർണ്ണമായും തകരുന്നതുവരെ അയാൾ അവരെ പ്രഹരിച്ചു. ശേഷം ശരീരം കഷണങ്ങളായി മുറിച്ച് കുഴിച്ചു മൂടി. സമാനമായ രീതിയിൽ 8 ലൈംഗിക തൊഴിലാളികളെയാണ് അയാൾ കൊലപ്പെടുത്തിയത്. തന്റെ അവസാനത്തെ ഇരയെ കൊലപ്പെടുത്തി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് യു യങ് ചൂൾ പോലീസിന്റെ പിടിയിലാകുന്നത്. പിടിയിലായപ്പോൾ താൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും അയാൾ പോലീസിനോട് ഏറ്റു പറഞ്ഞു. താൻ കാരണം ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളോട് മാപ്പ് ചോദിച്ച അയാൾ കോടതിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു.
നിങ്ങൾ എന്നെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇനിയും കൊന്നേനെ. ഔദ്യോഗികമായി 20 കൊലപാതകങ്ങളാണ് കോടതിയിൽ തെളിയിക്കപ്പെട്ടതെങ്കിലും 20-ലധികം ആളുകളെ താൻ കൊലപ്പെടുത്തിയതായി അയാൾ പോലീസിനോട് വെളിപ്പെടുത്തി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യു യങ് ചുൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. തുടർന്ന് കോടതി അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എങ്കിലും ഇന്നും അയാൾ സിയോളിലെ ജയിൽ തടവിൽ കഴിയുകയാണ്. കൊറിയൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ കുറ്റവാളിയായി.